ഈ വഴിയൊക്കെ മോശമാണ്. ഞങ്ങൾ കുളിക്കാനൊക്കെ പോട്ടെ, കയ്യിൽ ബാഗൊക്കെ ഉണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങാണ്. ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്ന് നിൽക്കുന്നത് ഞങ്ങളുടെ യാത്രയിലെ 4ാമത്തെ സ്പോട്ടായ ആനേടിക്കുത്തിലാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആനേടിക്കുത്ത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ നിന്നും 200 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലമുള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ആനേടിക്കുത്തിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. കാർ ഞങ്ങൾ പാർക്ക് ചെയ്ത്, കാരണം ഈ വഴിയൊക്കെ മോശമാണ്. ഞങ്ങൾ കുളിക്കാനൊക്കെ പോട്ടെ, കയ്യിൽ ബാഗൊക്കെ ഉണ്ട്, നിറച്ച് തുണിയാണ്. അപ്പോൾ ഞങ്ങൾ കുളിക്കാൻ പോവാണ്. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ കുളിക്കാനായിട്ട് പോവാണ് കേട്ടോ. ഞങ്ങൾ ഈ സ്ഥലം തിരഞ്ഞെടുക്കാൻ തന്നെ ഉള്ള കാരണം ഇവിടെ വന്ന് പെണ്ണുങ്ങൾക്കാണെങ്കിലും ആണുങ്ങൾക്കായാലും കുളിക്കാൻ നല്ല അടിപൊളി സൗകര്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ ഏറ്റവും അപകട സാധ്യത കുറഞ്ഞ ഒരു വെള്ളച്ചാട്ടമാണിത്. ആനചാടിക്കുത്ത് എന്നും ഈ വെള്ളച്ചാട്ടത്തിന് ഒരു പേരുണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ പാറയെന്ന് പറയുന്നത് നമുക്കൊരു ആനയുടെ വലിപ്പം പോലെ തോന്നും കേട്ടോ. ഒരു സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു ആനയുടെ വലിപ്പമൊക്കെ ഈ പാറയ്ക്ക് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾ 2 വഴി കൂടി ഇത് വരാൻ പറ്റും. താഴെ വണ്ടി വേറൊരു അപ്പുറത്തെ വശത്ത് വിടാൻ പറ്റും, ഇപ്പുറത്തെ വശത്ത് വിടാൻ പറ്റും. അപ്പം ഞങ്ങളൊരു വേറെ റൂട്ടിൽ കൂടിയാണ് കയറി വന്നത്. ഞങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുന്നപ്പം ഗൂഗിൾ കാണിച്ചു തന്ന വഴി കൂടിയാണ് വന്നത്. പക്ഷെ അവിടെ വഴിപ്പണി മൂലം ഇച്ചിരി ചെല്ലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ കൂടെയും ഞങ്ങൾ അവിടെ ഇട്ടിട്ട് നടന്നു പോന്നു. പക്ഷെ തിരിച്ചു വന്നത് ഞങ്ങൾ അപ്പുറ വഴിയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ താഴെ ഇവിടെ എത്തി. അപ്പം തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ എടുത്തു പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ ഒക്കെ വന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. സ്ത്രീകൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും. കാരണം പേടിക്കേണ്ട ആവശ്യമില്ല, അതിന് മാത്രം അപകടങ്ങളൊന്നും ഇവിടെ ഇല്ല. പിന്നെ ഏറ്റവും സൗകര്യപ്രദമായ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കിവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ സൗകര്യങ്ങളുണ്ട്. അപ്പം ഒരാൾ കയറുന്നതിന് 10 രൂപ കൊടുക്കണം. അത് നമ്മൾ കുളിക്കാൻ കയറിയാലും പിന്നീട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ 10 രൂപ വീതം കൊടുത്തിട്ട് വേണം. പിന്നെ നമ്മുടെ ബാഗൊക്കെ ആണെങ്കിൽ അവിടെ സൂക്ഷിച്ചു വെക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അതിനൊക്കെ നമ്മുടെ നിന്ന് പൈസ മേടിക്കുന്നതായിരിക്കും. എങ്കിൽ കൂടി നമ്മുടെ സാധനങ്ങളൊക്കെ കാണാതെ പോയിരിക്കാൻ വേണ്ടി 10-50 ഒക്കെ കൊടുക്കാൻ നമ്മളിപ്പോൾ തയ്യാറില്ല. അല്ലാതെ തന്നെ നമ്മൾ പൈസ വെറുതെ കളയുന്നു. അപ്പം ഞാനും ചേച്ചിയും ഡ്രസ്സ് മാറിയിട്ട് ഞങ്ങളിത് നേരെ വന്ന് ഇറങ്ങാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഒന്ന് മടിച്ചു കേട്ടോ, കാരണം ഒത്തിരി പേര് അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങാനൊന്നും മടിച്ച്. ചെറിയൊരു പേടി എത്രത്തോളം ഉണ്ടോന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. ആദ്യമായിട്ട് ഇറങ്ങാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പം ഇങ്ങനെ കറങ്ങാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോലും ഒരു സ്ഥലത്തും പോയി ഇറങ്ങി കുളിക്കാനൊന്നും നിന്നിട്ടില്ല. കാരണം മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് സൗകര്യങ്ങളില്ലാത്തതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 10 രൂപ കൊടുത്തിട്ടായാലും നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് ഇതിലോട്ട് ഇറങ്ങാനൊക്കെ പറ്റും. പിന്നെ ഏറ്റവും വലുതെന്ന് പറയുന്നത് നമ്മുടെ എൻജോയ്മെൻ്റ് ആണല്ലോ. നമ്മുടെ സന്തോഷമാണ് നമുക്ക് എന്നും ഉണ്ടാകത്തുള്ളൂ. എന്തൊക്കെ സൂക്ഷിച്ചു വെച്ചെന്ന് പറഞ്ഞാലും ലാസ്റ്റ് അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. പിന്നെ ഇതുപോലത്തെ കുറച്ച് നല്ല ഓർമ്മകൾ മാത്രമായിരിക്കും നമുക്ക് എപ്പോഴും ബാക്കി ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ചേച്ചിയും വെള്ളം കൊണ്ടുകൊണ്ട് ഇറങ്ങി. അമ്മ ഒന്നും മടിച്ചായിരുന്നു ഇറങ്ങാനായിട്ട്. പക്ഷേ 2ാമത് അവളെ ഞങ്ങൾ വിളിച്ച് വെളിയിൽ ഇറക്കി. ചേട്ടായി അനന്തും ഇറങ്ങിയില്ല. അവർ വേറൊരു സ്ഥലത്ത് പോയി കുളിക്കാം എന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ വേണം ഇവിടെ കുളിച്ചോ, കാരണം അവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊന്നും സൗകര്യം ഉണ്ടാവില്ല, അതുകൊണ്ട് ഇവിടെ കുളിച്ചോളാൻ പറഞ്ഞു. പക്ഷെ എന്തായാലും നന്നായി, ഞങ്ങൾ 3 പേരും ഇറങ്ങി. ഞങ്ങൾക്ക് ലാസ്റ്റ് അവർ പോകാൻ പ്ലാൻ ചെയ്ത സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് പോകാനൊന്നും പറ്റിയില്ലായിരുന്നു. ഇവിടെ ഞങ്ങൾ 3 പേരും എൻജോയ് ചെയ്ത്. അപ്പം ഞങ്ങളെപ്പോലെ തന്നെ വേറൊരാളും ഇവിടെ എൻജോയ് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ. ആളും വെള്ളത്തിൽ കൂടെയൊക്കെ കളിച്ച് ഇങ്ങനെ നടപ്പുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ പോക്കിൽ എനിക്ക് ഏറ്റവും ഒരു സന്തോഷം തന്നത് ഇവിടെ വന്നപ്പോഴാണ്. അപ്പോൾ ഇതുപോലെ ആന ഇങ്ങനെ നമ്മൾ കടക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യത്തില്ല, ആനയുടെ പുറമൊക്കെ തോന്നത്തില്ലേ, അതുപോലാണ് കേട്ടോ ഈ പാറയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങാണ്. അവർ കാറിൻ്റെ അങ്ങോട്ട് പോയി. അപ്പോൾ തിരിച്ചിറങ്ങിയത് ഞാൻ പറഞ്ഞില്ലേ വേറൊരു വഴിക്കാണ്. അപ്പോൾ ഒരു പാറയുടെ മണ്ടയിൽ കൂടെയാണ് ഞങ്ങൾ ഇറങ്ങി വന്നത്. അപ്പോൾ അത് നോക്കി ഇറങ്ങി വന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാഞ്ഞത്. എനിക്ക് പേടിയായിരുന്നു, കാരണം ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി നനഞ്ഞൊരു കോഴി കണക്കിന് ഇവിടെ നിൽപ്പുണ്ട്. എന്തായാലും മേക്കപ്പ് ഒന്നും ഇല്ലെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചേട്ടായും അനന്തും പോയി അപ്പുറത്തുനിന്ന് കാറെടുത്ത് ഇപ്പുറത്തെ വശത്തോട്ട് വന്നു. അപ്പോൾ ഞങ്ങളെ കൂട്ടി ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു. ആകെ ഒരു വൃത്തികെട്ട ഫുഡായിരുന്നു. ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. പക്ഷേ അത് ഞാൻ കഴിച്ചിട്ട് ഞാൻ പിന്നീട് വൊമിറ്റ് ചെയ്യുകയും ചെയ്ത്. അപ്പോൾ എന്തായാലും വിശപ്പൊക്കെ കെട്ടിട്ട് കഴിച്ചുകൊണ്ടാണോ എന്താണെന്നറിയത്തില്ല. പിന്നെ ഫുഡും മോശമായിരുന്നു.
എന്തായാലും ഞങ്ങൾ ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ വിശന്നുകൊണ്ട് ഒരുപാട് അങ്ങ് കഴിച്ചു, കൊണ്ടുവന്ന അത്രയും ഞാൻ കഴിച്ചു. പക്ഷെ എങ്കിൽ കൂടിയും കഴിച്ച് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കിനും ഞാനത് വൊമിറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ തിരിച്ചിറങ്ങി. അപ്പം ഞങ്ങളുടെ അടുത്ത സ്പോട്ടിലേക്ക് പോകണം. അപ്പം അടുത്ത സ്പോട്ട് എന്നാന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം അതുവരെ ബൈ.